I am Philji, Fit Couples Kerala. നമ്മളൊരു ഡയറ്റ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഡയറ്റ് എടുക്കാനായിട്ട് പറ്റും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും. എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അൺഹെൽത്തി ആയിട്ട്, അതായത് നമ്മൾ മിക്കവാറും ഒരു ഡയറ്റ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ രീതികളെ കുറിച്ചോ അതിന്റെ പ്ലേറ്റിനെ കുറിച്ചോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫുഡിന്റെ അളവ് കുറയ്ക്കുകയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ ഫുഡിന്റെ അളവ് മാത്രം കുറച്ച് നമ്മളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മസിൽസ് വല്ലാതെ വീക്ക് ആവും. അതായത് നമ്മുടെ ഒരു ഡയറ്റിൽ മെയിൻ ആയിട്ട് എഫക്ട് ആവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മസില്, അതുപോലെ നമ്മുടെ വാട്ടർ, ഫാറ്റ്, ഈ രീതിയിലായിരിക്കും. ഇതിൽ മസിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രോട്ടീൻസും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് മസിൽസ് വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പറയാറുണ്ട്, പലരും ഡയറ്റ് എടുക്കുമ്പോൾ വാട്ടർ ഇൻടേക്ക് കുറവാണ് സാധാരണ കാണാറുള്ളത്. ഇങ്ങനെ വാട്ടർ ഇൻടേക്ക് കുറയുമ്പോൾ ബോഡിയിൽ വാട്ടറിന്റെ ലെവലും നല്ല രീതിയിൽ കുറയും. പിന്നെ ഫാറ്റ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. ആഫ്റ്റർ ഡയറ്റും എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാത്തത് കൊണ്ട് മസിൽ വീക്ക് ആവാനും പക്ഷെ ബോഡിയിലെ ഫ്ലൂയിഡ് കണ്ടന്റ് പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ആണുള്ളത്. ആഫ്റ്റർ ഡയറ്റ് നമ്മൾ പിന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ബോഡി ബാലൻസ് ആവാതെ ഫ്ലൂയിഡ് ബോഡിയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഫാറ്റ് എന്തുണ്ടാവും, അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ അതിന് പകരം നമ്മളൊരു ഹെൽത്തി വെയിറ്റ് കൺട്രോൾ, എന്താണോ നമ്മുടെ ഭക്ഷണത്തിൽ കൊടുക്കേണ്ടത് അതിനെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഫോളോ അപ്പ് ഒക്കെ എടുത്ത് വാട്ടർ കണ്ടന്റ്, നിങ്ങളുടെ ബോഡി വെയിറ്റിനനുസരിച്ച് എത്ര വാട്ടർ എടുക്കണോ അത് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡയറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മസിൽസ് സ്ട്രോങ് ആക്കി വെക്കാനും വാട്ടർ ബോഡിയിൽ കറക്റ്റ് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ ഫാറ്റിനെ മാത്രം റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമ്മളൊരു വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് രീതിയിലാണോ അതിന്റെ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടത് അതിനെ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഡയറ്റ് എടുക്കേണ്ടത്. കൂടെ ഒരു കോച്ചും കൂടെ നമുക്ക് വേണം. കാരണം നമ്മൾ പലപ്പോഴും ഭയങ്കരമായിട്ട് ഉഴപ്പാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കാണുമ്പോഴോ നമ്മുടെ ക്രേവിങ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഫോളോ അപ്പിന് ഒരു കോച്ചസും കൂടെ ഉണ്ടെങ്കിലോ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും. അപ്പോ നെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ നമുക്ക് വരാൻ പോകുന്നത് ഏത് രീതിയിലാണ് നമ്മുടെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരു കോച്ച് വേണമെങ്കിൽ അതും അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ മറക്കാതെ കാണുക, എങ്ങനെയാണ് നമ്മുടെ പ്ലേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.